ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ കർത്താവ് തരുന്ന അനുഗ്രഹീത അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു. ദൈവവചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന നമ്മുടെ പ്രാണപ്രിയൻ ഓരോ ദിവസവും നമ്മെ ശക്തീകരിച്ചും ബലപ്പെടുത്തിയും ലജ്ജിപ്പാൻ വകയില്ലാത്തവരായി നിൽക്കാൻ വേണ്ട എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഒരുക്കി തരുന്നവനാണ് ദൈവമെന്ന് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ എന്നെ കേൾക്കുന്നതിൽ ഭൂരിപക്ഷവും അങ്ങനെയുള്ളവരാണെന്ന് മനസ്സിലാക്കുന്നു. കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ ദൈവം നമുക്ക് അനുകൂലമെന്ന് തെളിയിക്കുന്ന പല വസ്തുതകളും നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ദൈവത്തെ 1000 നന്ദിയും സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും എല്ലാം അർപ്പിക്കുക. ആ തൃപ്പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് തിരുമുഖത്തേക്ക് നോക്കി സ്തുതിസ്തോത്ര യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ഒന്നിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നൊരു വേദഭാഗം വളരെ വളരെ പരിചിതമാണ്. 118-ാം സങ്കീർത്തനത്തിൻ്റെ 23-ാമത്തെ വാക്യം. 118-ാം സങ്കീർത്തനം 23-ാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഈ വാക്യം വളരെ പരിചിതമാണ്. ഞാൻ ഈ ഡെയിലി അയക്കുന്ന മെസ്സേജിൽ തന്നെ 1-2 പ്രാവശ്യം ഈ വാക്യത്തെ ആധാരമാക്കി ദൈവമക്കളോട് ചെറിയതും ലളിതവുമായ ചിന്തകൾ പങ്കുവച്ചിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മയിലുണ്ട്. എങ്കിലും ഇന്ന് രാവിലെ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ വചനം തുറന്ന് ധ്യാനിച്ച് വായിച്ച് എന്തു പറയണം കർത്താവേ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വാക്യമാണ് എൻ്റെ മുമ്പിലേക്ക് പ്രസരിച്ചു വന്നത്. ആ വാക്യത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ ഇന്ന് വരെ ഞാൻ പറയാത്ത, ഇന്ന് വരെ ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ മനസ്സിൽ ബോധ്യം വന്നു. അത് ദൈവമക്കൾക്ക് പങ്കുവെക്കാം എന്ന വിചാരത്തോടെ ഞാൻ ആ വാക്യത്തിലേക്ക് അടക്കുകയാണ്. ഈ ലോകത്തിൽ ഓരോരോ കാര്യങ്ങൾ നടക്കുന്നു. ലോകത്തിൻ്റെ കാര്യം പോട്ടെ, നമ്മുടെ ജീവിതത്തിൽ അനുദിനവും ഓരോ കാര്യവും സംഭവിക്കുന്നു. സംഭവങ്ങളുടെ ഒരു പരമ്പരയാണ് ചരിത്രമെന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബാല്യ, കൗമാര, യൗവനം ഒക്കെ പിന്നിട്ട് കഴിയുമ്പോൾ എത്രയോ കാര്യങ്ങൾ സംഭവിച്ചു. ആയുസ്സിൽ ഇത്രയും നാളുകൾക്കിടയിൽ ഓർക്കാൻ പോലും ഭയപ്പെടുന്നതും ഓർക്കാതിരിക്കാൻ കഴിയാത്തതുമായ എത്രയോ കാര്യങ്ങൾ സംഭവിച്ചു. ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ജീവിതമാണോ? ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു, സംഭവിക്കണം, സംഭവിച്ചേ മതിയാകൂ. തിരുവെഴുത്തിൽ എവിടെ എഴുതിയിട്ടുണ്ട്? സംഭവിക്കണമെന്ന് നിൻ്റെ ഹിതം എഴുതിയിരിക്കുന്നത് അതുപോലെ നിറവേറിയിരിക്കുന്നു. അപ്പോൾ ദൈവം ചിലതൊക്കെ സംഭവിച്ചേ മതിയാകൂ എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമുക്കത് താങ്ങാവുന്നതായിരിക്കാം, ചിലപ്പോൾ താങ്ങാൻ കഴിയാത്തതായിരിക്കാം. ചിലപ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്നതായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ദുഃഖമുളവാക്കുന്നതായിരിക്കാം. എന്താണെങ്കിലും സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കും. ഒരു പ്രത്യേക കാര്യം, ഇവിടെ സംഭവിക്കുന്നതിൻ്റെ പുറകിൽ ചുമ്മാ കുറേ കാര്യങ്ങളങ്ങ് സംഭവിക്കുകയല്ല. എന്ത് സംഭവിച്ചാലും അതിൻ്റെയൊക്കെ പുറകിൽ ഒരു പ്രേരക ശക്തിയുണ്ട്. ഒന്നുകിൽ പിശാചായിരിക്കും. സാത്താനാൽ സംഭവിച്ച എത്രയോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെയൊക്കെ അനുഭവത്തിലുണ്ട്. ഇത് പിശാച് ചെയ്തതാകുന്നു, ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് തിരുവെഴുത്തിൽ കർത്താവ് എഴുതിയിരിക്കുന്ന വാക്കുകളുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ സംഭവിച്ചത് പക്ക പിശാച് ചെയ്തതാണ്. സന്തോഷത്തോടും ആനന്ദത്തോടും ജീവിച്ചു പോകാൻ വേണ്ടി നിങ്ങൾ ഒരുമിച്ച് ഭക്തിയാദരപൂർവ്വം തുടങ്ങി വെച്ച ജീവിതത്തിനെ പിച്ച് ചീന്തി കളഞ്ഞതൊക്കെ ചിലപ്പോൾ പിശാച് ചെയ്തതായിരിക്കാം. അതിൻ്റെയൊക്കെ കാര്യകാരണങ്ങൾ തപ്പിപ്പോണെങ്കിൽ ഒരുപാട് റൂട്ടുകൾ നമ്മൾ പിടിക്കേണ്ടി വരും. എന്നാൽ നമ്മൾ മനുഷ്യനാൽ തന്നെ സംഭവിക്കുന്ന ബന്ധുക്കളും ചാർച്ചക്കാരും ആൾക്കാരും ഒക്കെ കൂടി ചേർന്ന് ചെയ്ത കുറേ സംഭവങ്ങൾ അത് മാറ്റിവെക്കാം. എന്നാൽ ജീവിതത്തിൽ യഹോവയാം ദൈവത്താൽ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. യഹോവയാം ദൈവത്താൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാക്യമൊക്കെ കണ്ട് ഓർത്തിരുന്ന് പ്രാർത്ഥിക്കും. ദൈവമേ, ഈ മാസം എൻ്റെ ദൈവത്താൽ എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കണേ. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ, ചിന്തിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ വചനത്തിൽ എന്തെങ്കിലും കണ്ടാൽ അതുപോലെ ജീവിതത്തിൽ നടക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ഞാനങ്ങനെ ചെയ്യാറുണ്ട്, എനിക്കത് ഫലിക്കാറുമുണ്ട്. ഞാൻ നിങ്ങളെ ശുപാർശ ചെയ്യുന്നു. ഇല്ലെങ്കിൽ ഈ വാക്യം തന്നെ പരീക്ഷിച്ച് നോക്ക്. ദൈവത്താൽ ചില കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ നടക്കണം,
ദൈവത്താൽ ചില കാര്യങ്ങൾ എൻ്റെ കൂട്ടായ്മയ്ക്കകത്ത്, എൻ്റെ ജീവിതത്തിനകത്ത്, എൻ്റെ കുടുംബത്തിനകത്ത് നടക്കും. പ്രാർത്ഥിച്ചാൽ നടക്കും. ദൈവത്താൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ആ സംഭവിക്കുന്ന കാര്യങ്ങൾക്കുള്ള 2-3 ഗുണങ്ങൾ ഈ വാക്യത്തിൽ നിന്ന് പറയാം. ഈ വാക്യം തുടങ്ങുന്നത് കണ്ടോ, ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എന്തോ ചൂണ്ടിക്കാണിക്കുകയല്ലേ, ഇത് എന്ന് പറഞ്ഞാൽ യഹോവയാൽ സംഭവിച്ചാൽ ഇത് എന്ന് പറഞ്ഞ് മറ്റുള്ളവരോട് ചൂണ്ടിക്കാണിക്കത്തക്ക രീതിയിൽ ചിലതായിരിക്കും അത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് ഇത് എനിക്കെൻ്റെ ദൈവം തന്നതാണ്. പണ്ട് ഹന്ന ദൈവാലയത്തിൽ വന്ന് ശൗമേലിനെയും കൊണ്ട് വന്നപ്പോൾ ഏലിയോട് പറഞ്ഞ വാക്കോർക്കുന്നുണ്ടോ? ഈ ബാലന് വേണ്ടിയിട്ടാണ് ഞാൻ കരഞ്ഞത്. ഇതെന്ന് പറഞ്ഞ് കയ്യിൽ കണ്ടു നടക്കാൻ, മുമ്പിലെടുത്തു വയ്ക്കാൻ, ചൂണ്ടിക്കാണിക്കാൻ ഇത് ഒന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, ദൈവം സർവശക്തനായി കൂടെ ഉള്ളപ്പോൾ എന്തുകൊണ്ട് നമുക്കിതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കിക്കൂടാ? ദൈവത്തോട് പ്രാർത്ഥിക്കുക. എനിക്കെൻ്റെ ചാർച്ചക്കാരോട്, പ്രിയപ്പെട്ടവരോട്, നീ ഇത്രയും തലയും കുത്തിക്കിടന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നാ എന്ന് ചോദിക്കുന്നവരോട്, എന്തുണ്ടായി എന്ന് ചോദിക്കുന്നവരോട് ഇത് എന്ന് പറയാൻ, ആ വാക്ക് കണ്ടോ, ഇത് എന്ന് പറയാൻ ദൈവം എനിക്ക് ചില അനുഭവങ്ങളെ തരണം. മക്കളില്ലാത്തവർ മക്കൾക്ക് വേണ്ടി യഹോവയാൽ സംഭവിക്കുമെന്ന് പ്രാർത്ഥിക്കുക. വിവാഹപ്രായം കഴിഞ്ഞിട്ടും കല്യാണം നടക്കാത്തവർ പ്രാർത്ഥിക്കുക. ദൈവത്താൽ എൻ്റെ കുടുംബജീവിതം തുടങ്ങട്ടെ, വിവാഹം നടക്കട്ടെ, ഇതെനിക്ക് ദൈവം തന്നതാന്ന് ആരുടെ മുമ്പിൽ അഭിമാനത്തോടെ പറയാൻ ദൈവം തരുമെന്ന്. ഭൗതികമോ ആത്മീകമായിരിക്കുന്ന കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ചോദിക്കട്ടെ. ദൈവം അത് ചെയ്യാതിരിക്കുമോ? അപ്പോൾ ഒന്ന്, ഇത് എന്ന് പറയത്തക്ക രീതിയിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറച്ചു വയ്ക്കും. കാരണം ആരെയും കാണിക്കാൻ കൊള്ളില്ല, ആരോടും പറയാൻ കൊള്ളില്ല. പക്ഷേ യഹോവയാം ദൈവം എന്തെങ്കിലും ചെയ്താൽ അത് എല്ലാവരെയും വിളിച്ച്, ചാർച്ചക്കാരെ, ബന്ധുക്കളെയൊക്കെ വിളിച്ച്, പണ്ട് ബ്രഹ്മ നഷ്ടപ്പെട്ട സ്ത്രീ അത് കിട്ടിയപ്പോൾ എല്ലാവരെയും വിളിച്ചിട്ട് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അതുപോലെ എല്ലാവരെയും വിളിച്ച് കാണിക്കാൻ, സഭാമധ്യേ എഴുന്നേറ്റ് പറയാൻ, അങ്ങനെ ഒരു കാര്യം യഹോവയാൽ സംഭവിക്കട്ടെ. അടുത്ത വാചകം കേട്ടോ, യഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? പല കാര്യങ്ങളും സംഭവിച്ചു. നമ്മൾ പറയുന്ന എനിക്ക് സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, രക്ഷിക്കപ്പെട്ടതിന് ശേഷം, കർത്താവിനെ അറിഞ്ഞതിന് ശേഷം, ആളുകളുടെ ദൃഷ്ടിയിൽ ചിലത് കാണണം, എങ്കിലേ പൊതുജനം വിശ്വസിക്കുകയുള്ളൂ. അതുകൊണ്ട് കർത്താവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ കർത്താവ് ഇങ്ങനെ പിതാവിനോട് പ്രാർത്ഥിച്ചു, അപ്പാ, എന്നെ അങ്ങ് സ്നേഹിക്കുന്നത് പോലെ ഇവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകക്കാരറിയണം. ലോകമറിയണമെങ്കിൽ തെളിവ് വേണമെന്ന്. ലോകക്കാരറിയണമെങ്കിൽ എന്നെ എവിഡൻസ് വേണം. അവർക്ക് കാണണം, അവർക്ക് തൊടണം, അവർക്ക് അനുഭവിക്കണം. എങ്കിലേ അവർ അത് വിശ്വസിക്കത്തുള്ളൂ. അപ്പം ദൃഷ്ടിയിൽ എന്നെഴുതിയിരിക്കുന്ന എന്താ? കണ്ണിന് വിധേയപ്പെടുന്ന, കാഴ്ചയ്ക്ക് വിധേയപ്പെടുന്നതായിരിക്കും ദൈവം എന്തെങ്കിലും സംഭവിച്ചാൽ, ദൈവത്താൽ സംഭവിച്ചാൽ. കാരണം മനസ്സിനകത്ത് സമാധാനമുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, പോകുന്നു എന്ന് പറയുന്നതല്ല. ആൾക്കാരുടെ കണ്ണിൽപ്പെടട്ടെ ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങൾ. നിങ്ങൾ നടന്നു പോകുമ്പോൾ, നിങ്ങളൊരു വാഹനത്തിൽ വന്നിറങ്ങുമ്പോൾ, ഞാനതൊക്കെ അനുഭവിക്കുന്നതുകൊണ്ട് എനിക്ക് ഇത് പറയുന്നത് വെറൊരു ലാഘവത്തോടല്ല. നരകക്കുഴി കിടന്നതുപോലത്തെ ഒരു കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങളുടെ ജന്മനാട്ടിലൊക്കെ ഒരു വണ്ടിയിൽ ഞങ്ങൾക്ക് എല്ലാവരും കൂടി ചെന്നിറങ്ങാൻ പറ്റില്ല. വലിയ കല്യാണോ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ 1-2 വണ്ടിയിൽ ഞങ്ങൾക്ക്, എൻ്റെ സഹോദരൻ, ഞാൻ, ചിലപ്പോൾ അപ്പൻ, അമ്മ ചെന്നിറങ്ങുമ്പോൾ ആളുകൾ വല്ലാതെ, പഴയ ആളുകൾ, ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയില്ല, ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഒരു കല്യാണ വീട്ടിലോ മരണ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ പഴയ ആളുകൾ വട്ടം പിടിച്ച് നോക്കി എന്തോ കുശു എന്ന് പറയും. ഞങ്ങൾക്കറിയാം ഇതാ മറ്റാരാ, തകർന്ന് കിടന്നവരാ. അവരുടെ കണ്ണിൽ പെടത്തക്ക രീതിയിൽ ദൈവം ചിലത് ചെയ്യും. മൂന്നാമത്തത് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ആശ്ചര്യമായിരിക്കുന്നു. ആശ്ചര്യം, കണ്ണിൽ പെടുക എന്ന് മാത്രമല്ല, ദൈവത്താൽ ചിലത് സംഭവിച്ചാൽ ആശ്ചര്യപ്പെടുക എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ. അർഹതയില്ലാത്ത ഒരവസ്ഥയിൽ നമുക്ക് ചില കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ് ആളുകളെ ആശ്ചര്യപ്പെടുത്തുന്നത്. ഒരു PhD ക്കാരൻ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഓഫീസ് ബോയ് ആയി നിൽക്കുന്നത്, അതെങ്ങനെ പറയുന്നേ? പക്ഷെ യാതൊരു യോഗ്യതയില്ല, വിദ്യാഭ്യാസത്തിലും വലിയ പിടിച്ചു കയറാനൊന്നും പറ്റാത്ത
അധികം ഒന്നും പഠിക്കാൻ പറ്റാത്ത ഒരാളെ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച് വലിയ വലിയ സ്ഥാപനങ്ങളുടെ തലപ്പത്തും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എൻജിനീയേഴ്സിൻ്റെയൊക്കെ ഹെഡാക്കി നിർത്തിയിരിക്കുന്ന ആളുകളെ ഞാൻ എൻ്റെ യാത്രകളിൽ കണ്ടിട്ടുണ്ടെന്ന്. യഹോവയാൽ സംഭവിക്കുന്നതാ. ചെറിയൊരു സ്ഥാപനം തുടങ്ങി, ദൈവം അത് മാനിച്ചു. 10, 100, 120 പേർക്ക് ശമ്പളം കൊടുത്ത് ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ 120 ഇല്ലെങ്കിലും പലരെയും കൂടെ നിർത്തി 4-5 കുടുംബങ്ങൾക്ക് ആഹാരം കൊടുക്കത്തക്ക രീതിയിൽ ജോലി കൊടുക്കത്തക്ക ആളുകൾ ഇവിടെ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് ദൈവത്തിൽ ആശ്രയിച്ച് വളർന്നു വന്നവരുണ്ട്. ദൈവത്താൽ സംഭവിക്കുന്നതെല്ലാം ആശ്ചര്യകരമായിരിക്കും. ഞാൻ ഈ വാക്യം വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കട്ടെ. ജൂൺ മാസം വരികയാണ്. ഇത് ലാസ്റ്റ് വീക്കാണ് ഈ മാസത്തിൻ്റെ. കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഈ ഒരാഴ്ച അങ്ങ് ഒരുങ്ങ് പ്രാർത്ഥിച്ചിട്ട് അടുത്ത മാസം യഹോവയാൽ ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവ് അനുവദിച്ചാൽ വെണ്ണിക്കുളത്ത് എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളിൽ പലരും വന്ന് പങ്കെടുക്കാറുള്ളതുപോലെ ആനുവൽ ഫാസ്റ്റിംഗ് പ്രെയർ ജൂൺ മാസം 30 മുതൽ ജൂലൈ മാസം 20 വരെ നടക്കുക. 21 ദിവസത്തെ. പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും വരണം. അവധിയെടുക്കാമെങ്കിൽ അവധിയെടുത്ത് 2-3 ദിവസം വരണം. അവിടെ വന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ താമസിച്ച് ഒന്ന് വന്ന് താമസിച്ച് പ്രാർത്ഥിച്ച് പോകാൻ പറ്റുമ്പോൾ അന്ന് ദൈവത്തോട് ഇപ്പോഴേ പ്രാർത്ഥിക്കണം. ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ, ജൂൺ മാസത്തിലേക്ക് വരുന്നു, ജൂലൈയിലെ ഫാസ്റ്റിംഗ് വരുന്നു, എന്തുമാകട്ടെ ഒരു തീരുമാനത്തോടെ പ്ലാനിങ്ങോടെ ജീവിക്കുക. ഈ പറഞ്ഞ വാക്യം നിങ്ങൾ അടിവരയിടുകയല്ല, നിങ്ങളുടെ ഡയറിയിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് ദൈവമേ ഇതാ എന്ന് പറയാൻ, പലരുടെയും ദൃഷ്ടിയിൽപ്പെടാൻ, ആശ്ചര്യകരമാകാൻ എൻ്റെ ദൈവത്താൽ ചിലത് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളിൽ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുക. സ്വർഗം അത് ചെയ്യും. നിങ്ങളെ ഞാൻ നിർബന്ധിക്കുന്നു, ചിലത് സംഭവിപ്പിക്കണം ദൈവത്താൽ. ദൈവം അതിന് തയ്യാറാണ്. നമ്മൾ വിശ്വസിച്ച് ആഗ്രഹിച്ച് ഒരുങ്ങി വിശുദ്ധിയോടും പ്രാർത്ഥനയോടും ദൈവത്തെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ടിറങ്ങുന്നെങ്കിൽ ജൂൺ മാസത്തിൽ യഹോവയാൽ ചിലത് സംഭവിക്കും. മറ്റുള്ളവരോട് പറയാനും ചൂണ്ടിക്കാണിക്കാനും അവർക്ക് കാണാനും അവർ വണ്ടറടിക്കാനും ആശ്ചര്യപ്പെടാനും ഉതകുന്നത് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം കർത്താവ് തരുന്ന ആലോചനയ്ക്കായി സ്തോത്രം. ഇത് ഈ മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിലേക്ക് കിടക്കുകയാണല്ലോ നാഥ. ഞങ്ങൾ ഈ വാക്യങ്ങളൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയാൽ ചില കാര്യങ്ങൾ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ അപ്പാ. ഇത് കേൾക്കുന്നവരിൽ സംഭവിക്കട്ടെ. അത്ഭുതമാകട്ടെ, ആശ്ചര്യമാകട്ടെ, ശത്രുക്കൾ പോലും ലജ്ജിച്ചു പോകട്ടെ. അതുപോലത്തെ ചില കാര്യങ്ങൾ സംഭവിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.